بسم الله الرحمن الرحيم. إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا. هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما. ليدخل المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ويكفر عنهم سيئاتهم وكان ذلك عند الله فوزا عظيما. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1800 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 48-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫത്ഹിൻ്റെ പഠന പൂർത്തീകരണത്തെ തുടർന്നുള്ള 2-ാം ദിവസ ചർച്ചയാണ് ഇന്ന്. ചർച്ചക്കാരം കുറിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا. هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما. ليدخل المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ويكفر عنهم سيئاتهم وكان ذلك عند الله فوزا عظيما. صدق الله العلي العظيم. സൂറത്തുൽ ഫത്ഹിലെ തുടക്കത്തിലുള്ള 4 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. 29 ആയത്തുകളുള്ള മദീനയിൽ അവതരിച്ച അല്ലെങ്കിൽ മദീന കാലഘട്ടത്തിൽ അവതരിച്ച സൂറത്തുൽ ഫത്ഹ്, അതിന്റെ പഠനം നമ്മൾ വിശദമായിട്ട് നിർവഹിക്കുകയുണ്ടായി. അതിനെ തുടർന്നുള്ള ചർച്ചകളിലാണ് നമ്മൾ ഇതിലൊരു ചോദ്യം കഴിഞ്ഞ ദിവസം നമ്മൾ പരിഗണിക്കുകയുണ്ടായി. തുടർന്നുള്ള ചോദ്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഒരു ചോദ്യം ഇങ്ങനെയാണ്: ഇവിടെ പ്രവാചകൻ മധ്യസ്ഥ സ്ഥാനം കൂടി ഏറ്റെടുക്കുകയല്ലേ? ഇത് അള്ളാഹുവിന് മധ്യസ്ഥർ ഇല്ല എന്ന അവകാശവാദത്തിന് എതിരല്ലേ എന്നാണ് ചോദ്യം. കൃത്യമായിട്ട് ഏത് ആയത്തുമായി അല്ലെങ്കിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്ന ആ ദിവസം ചർച്ച ചെയ്ത ആയത്തുകള് ഈ സൂറത്തിലെ 17-ാമത്തെ ആയത്ത്, അതിനെ തുടർന്നുള്ള 1-2 ആയത്തുകളൊക്കെയാണ്. അതുമായിട്ട് നേരിട്ട് അതിന് ബന്ധം കാണാൻ സാധിക്കുന്നില്ല. എന്തായാലും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രയത്നങ്ങൾക്കും ആ മാർഗത്തിൽ അടിയുറച്ച് നിലകൊള്ളുന്നതിനുമൊക്കെ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രേരിപ്പിച്ച വിഷയമാണ്
ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് കരുതുകയാണ്. അത് ബൈഅത്ത് റിദ്വാന്റെ പശ്ചാത്തലം അങ്ങനെ ഒരു കാര്യമാണല്ലോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കയിൽ വെച്ച് അദ്ദേഹത്തെ ജീവാപായപ്പെടുത്തുകയുണ്ടായി ആരോ എന്നൊരു വിവരം അറിയാനിടയായ ആ ഘട്ടത്തിലാണ് എന്ത് പ്രതികൂലമായ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിലും, എത്ര തന്നെ ഭീഷണമായ സാഹചര്യം സംജാതമാവുകയാണെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പം എല്ലാവരും ഉറച്ചു നിൽക്കും എന്ന വിധത്തിൽ അവര് പ്രതിജ്ഞയിൽ ഏർപ്പെടുകയുണ്ടായത്. ഈ ഒരു സംഗതിയെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം ഈ ചോദ്യം. എന്തായാലും അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ഒരു പ്രതികരണം നടത്തുകയാണ്. ഇവിടെ പ്രവാചകന്റെ മധ്യസ്ഥ സ്ഥാനം കൂടി പ്രവാചകൻ ഏറ്റെടുക്കുകയല്ലേ എന്നാണ് ചോദിക്കുന്നത്. സത്യവിശ്വാസികൾക്ക് വിജയം ഉണ്ടാവാൻ കാരണമാകുന്ന വിധത്തില് അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ അതിന് ഉപകരിക്കുന്ന ചില നിലപാടുകളിലേക്കും പ്രയത്നങ്ങളിലേക്കും പ്രേരിപ്പിക്കുന്ന ഒരു കാര്യത്തെ ആയിരിക്കണം ഒരുപക്ഷെ ഈ മധ്യസ്ഥ സ്ഥാനം ഏറ്റെടുക്കുന്നു എന്ന നിലക്ക് പരാമർശിക്കുന്നത്. ഇവിടെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് എന്തെങ്കിലും നേടിക്കൊടുക്കാം എന്ന വിധത്തിലുള്ള മധ്യസ്ഥത്തിന്റെ കാര്യം പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഒരു ശഫാഅത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തീർച്ചയായിട്ടും അള്ളാഹു അനുമതി നൽകിയിട്ടുണ്ടതാണ്. അത് ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു കാര്യം വരുന്നില്ല. അപ്പോ ഇത് അള്ളാഹുവിന് മധ്യസ്ഥർ ഇല്ല എന്ന അവകാശവാദത്തിനെതിരല്ലേ എന്നതാണ്. അതൊക്കെ ഒരു വൈകാരികതയുടെ ഒരു തലം അള്ളാഹു അംഗീകരിക്കുകയോ പ്രയോജനപ്പെടുത്തുകയോ ചെയ്യുന്നു എന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ. അതിനപ്പുറത്തേക്ക് അതിന് പ്രസക്തിയൊന്നുമില്ല. അള്ളാഹുവിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്ന വിധത്തിലോ അള്ളാഹുവിന്റെ അധികാര മേഖലയിൽ കടന്ന് വല്ലതും ചെയ്യുന്നത് സംബന്ധമായ ഒന്നുമല്ല ഇത്. അള്ളാഹുവിന്റെ മശീഅത്തില്ലാതെ ഒരാൾക്കും ആർക്കു വേണ്ടിയും ഒരു ശഫാഅത്തും ചെയ്യാൻ സാധിക്കുകയില്ല. ഒരാൾക്കും അത് സാധ്യമല്ല. അത് അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 285 ആയത്തിൽ, ആയത്തുൽ കുർസി എന്നറിയപ്പെടുന്ന ആയത്തില് മിൻദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി എന്ന് അള്ളാഹു പറയുന്ന കാണാം. അള്ളാഹുവിന്റെ അനുമതി കൂടാതെ ആരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ആർക്കെങ്കിലും വേണ്ടി ശുപാർശക്ക് മുതിരുക എന്നതാണ് അവിടെ ഒരു റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഉയർത്തപ്പെട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ തൃപ്തിയോ ഉദ്ദേശ്യമോ ഇല്ലാത്ത ഒരു സംഗതിക്കോ ഒരു വ്യക്തിക്കോ വേണ്ടി ശഫാഅത്ത് ചെയ്യുക, ശുപാർശ ചെയ്യുക എന്നത് സാധ്യമല്ല എന്നാണ് അവിടെ നൽകപ്പെടുന്ന സൂചന. അതുകൊണ്ട് ഇങ്ങനെ മധ്യസ്ഥ സ്ഥാനം വഹിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്നതിന് എന്താണ് പ്രത്യേകിച്ച് ന്യായമുള്ളതെന്നൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ ചോദ്യത്തിന്റെ ഒരു ഡയറക്ഷൻ തന്നെ വ്യക്തമല്ലാത്തത് കൊണ്ട് ഞാനത് കൂടുതലൊന്നും അതിനെക്കുറിച്ച് പ്രതികരിക്കാതെ അതവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ എന്തെങ്കിലും വ്യക്തത വരുത്തുന്ന വിധത്തിൽ അത് ഉന്നയിക്കപ്പെടുകയാണെങ്കിൽ ആ സമയത്ത് നമുക്കത് പരിഗണിക്കാം. മറ്റൊരു ചോദ്യം, ഇതൊക്കെ അള്ളാഹുവിനെ ഉപയോഗിച്ച് സ്വന്തം പിന്നിൽ അനുയായികളെ അണിനിരത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അല്ലേ ഈ ആയത്തുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്? നബി ജീവിച്ചിരുന്ന കാലത്ത് പോലും അനുയായികൾ നബിയെ കണ്ണടച്ച് വിശ്വസിച്ചിരുന്നില്ല എന്ന സൂചനയായിരുന്നില്ലേ ഈ ആയത്തുകൾ തരുന്നത് എന്നാണ്. രണ്ട് തലങ്ങളുള്ള ചോദ്യമാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അനുയായികളെ കൂടെ കൂട്ടാൻ വേണ്ടിയുള്ള ചില തന്ത്രങ്ങളായിട്ടല്ലേ ഇതൊക്കെ ബൈഅത്ത് റിദ്വാന്റെ പശ്ചാത്തലം തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അള്ളാഹുവിനെ മുൻനിർത്തി തനിക്ക് അനുയായികളെയും തനിക്ക് വേണ്ടി പോരാടാനുള്ള പോരാളികളെയും ഒക്കെ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചില തന്ത്രങ്ങളല്ലേ എന്നതാണ്
ഉന്നയിക്കപ്പെട്ട ചോദ്യം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് പോലും അനുയായികൾ നബിയെ കണ്ണടച്ച് വിശ്വസിച്ചിരുന്നില്ല എന്ന സൂചന ആയിരുന്നില്ലേ എന്നുള്ള. അങ്ങനെ ബൈഅത്ത് ചെയ്യേണ്ടി വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കൂടെ ഉണ്ടായിരുന്നവർക്ക് അവിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് ആ അവിശ്വാസം ഒന്ന് നീക്കിക്കളഞ്ഞ് അവരെ കൂടെ ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു സംഗതി എന്ന നിലക്ക് ആയിരുന്നല്ലോ. അപ്പോ അങ്ങനെയാണെങ്കിൽ നബിയെ ജനങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചിരുന്നില്ല ആ കാലത്ത് തന്നെ എന്ന് കാണേണ്ടി വരില്ല, എന്ന് മനസ്സിലാക്കേണ്ടി വരുമല്ലോ എന്നാണ് ഇദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പൊ അതില് ഒന്നാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം അനുയായികളെ തനിക്ക് പറ്റിയ വിധത്തില് കൈകാര്യം ചെയ്യുകയാണ്. അള്ളാഹുവിനെ ഒരു വളരെ അൺറിയലായ ഒരു സംഗതി ഈ യാഥാർത്ഥ്യമാണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ആളുകളെ തനിക്ക് ഇഷ്ടമുള്ള വിധത്തിൽ കൈകാര്യം ചെയ്യാണ് എന്നതാണ് ഇവിടുത്തെ ഇദ്ദേഹം ഉന്നയിക്കുന്ന ഒരു കാര്യം. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, വിശുദ്ധ ഖുർആൻ ഇങ്ങനെ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ഉൾക്കൊള്ളാത്ത ആളുകളോടല്ല സംസാരിക്കുന്നത്. അടിസ്ഥാനപരമായി അള്ളാഹുവിന്റെ അസ്തിത്വം പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ വിലയിരുത്തിക്കൊണ്ട് തന്നെ ബോധ്യപ്പെട്ട ആളുകളായിരിക്കും മനുഷ്യരൊക്കെ. കാരണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ യുക്തിപൂർവകമായ ആലോചന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് അവയെ മുൻനിർത്തിക്കൊണ്ടൊക്കെ ഒരാൾ നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായ ന്യായം അവന് ഈ പ്രാപഞ്ചിക സംവിധാനങ്ങൾക്ക് പുറകിൽ ഒരു ആസൂത്രകനുണ്ട്, ഒരു നിയന്ത്രകനുണ്ട്, ഒരു ദൈവമുണ്ട് എന്നത് ബോധ്യപ്പെടുക എന്നതാണ്. ദൈവത്തിന്റെ അസ്തിത്വം, ദൈവാസ്തിക്യം ബോധ്യപ്പെടുത്താൻ പ്രപഞ്ചത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ തന്നെ ധാരാളം മതി. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പരാമർശിക്കുന്നത് ഈ ആവശ്യത്തിനു വേണ്ടിയുള്ള സകല സംഗതികളും പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ്. രണ്ട് സ്രോതസ്സുകളിലായിട്ടുള്ള പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളാണ് ഖുർആൻ ദൈവത്തിന്റെ അസ്തിത്വം ബോധ്യപ്പെടുത്താൻ വേണ്ടി പരാമർശിക്കുന്നത് ഒക്കെയും തന്നെ. ഒന്ന് മനുഷ്യന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. രണ്ടാമത്തേത് പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഈ കാര്യം നമ്മൾ പലപ്പോഴും ഈ വേദിയിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ മനുഷ്യന്റെ സ്വത്വപരമായ അസ്തിത്വത്തിലും ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലുമായി അടങ്ങിയിട്ടുള്ള അത്യത്ഭുതകരമായ കാര്യങ്ങൾ ഒരു ആസൂത്രകൻ അനിവാര്യമാണ് എന്നത് മനുഷ്യനെ ബോധ്യപ്പെടുത്തും. അങ്ങനെ ദൈവം എന്ന അസ്തിത്വത്തെ ബോധ്യപ്പെട്ട ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ആളുകളോടാണ് ഖുർആൻ ഈ കാര്യങ്ങളൊക്കെയും സംസാരിക്കുന്നത്. അപ്പൊ ഈ വക അനുഷ്ഠാനങ്ങളോ കർമ്മങ്ങളോ വ്യവഹാരങ്ങളോ ഇടപാടുകളോ സാമൂഹ്യ ബന്ധങ്ങളോ പോലെയുള്ള കാര്യങ്ങളിൽ ഖുർആൻ പറയുന്ന കാര്യത്തെ സന്ദേഹിക്കുന്ന ആളുകൾ തിരിച്ചു പോകണം. അതാണ് വേണ്ടത്. അവര് ഖുർആൻ ദൈവം എന്ന അസ്തിത്വത്തെ കുറിച്ച് എന്തു പറയുന്നു എന്നത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിലൊരു തീരുമാനമാക്കിയിട്ട് തിരികെ വരണം. ഏകനായ ഒരു സ്രഷ്ടാവ് അനിവാര്യമാണോ എന്നത് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ദൃഷ്ടാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആലോചിക്കണം. എന്നിട്ട് പ്രകൃതിയിലും മനുഷ്യരിലുമായിട്ട് അള്ളാഹു പരാമർശിക്കുന്നതും പരാമർശിച്ചിട്ടില്ലാത്ത ഒരുപക്ഷെ അവ്യക്തമായി സൂചിപ്പിച്ചതോ ഇനി പരാമർശിക്കാതെ വിട്ടതോ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കോടിക്കണക്കിന് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആലോചിച്ച് ദൈവം എന്നൊരു അസ്തിത്വം, ഏകനായ ഒരു സ്രഷ്ടാവ് എന്ന ഒരു വസ്തുത യാഥാർത്ഥ്യമാണോ അല്ലേ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. അങ്ങനെ അക്കാര്യത്തിൽ തീരുമാനം എടുത്ത ആളുകൾക്ക് തുടർന്നുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉന്നയിക്കുകയോ അല്ലെങ്കിൽ അതില് ശരിയായൊരു യുക്തിപരമായ ഒരു മറുപടി പ്രതീക്ഷിക്കുകയോ ചെയ്യേണ്ടതുള്ളൂ. അല്ലാത്തവരുടെ കാര്യത്തിൽ ഇത് പൂർണ്ണമായിട്ട് അബദ്ധമാണ്, ആവശ്യമില്ലാത്തതാണ്, വേസ്റ്റ് ഓഫ് ടൈമാണ്. അതാണ് അതിന്റെ വസ്തുത.
അതുകൊണ്ട് അങ്ങനത്തെ ഫലശൂന്യമായ കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമമായത്. ഖുർആൻ അടിസ്ഥാനപരമായി മുന്നോട്ട് വെക്കുന്ന സൃഷ്ടാവായ ദൈവം എന്ന ആശയം, ഏകനായ ദൈവം എന്ന ആശയം, ഈ ആശയം യാഥാർത്ഥ്യമാണോ അല്ലേ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് വരികയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ടത് എന്നതാണ് ഇവിടെ ഇത് സംബന്ധമായിട്ട് പറയാനുള്ളത്. അപ്പോ അങ്ങനെ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ അള്ളാഹു ഇല്ല എന്ന തീരുമാനത്തിൽ എത്തിയ ഒരാളാണെങ്കിൽ പിന്നെ അത് കാര്യങ്ങളൊക്കെ അവിടെ അവസാനിച്ചു. അള്ളാഹു ഉണ്ട് എന്ന തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളൊക്കെയും ശ്രദ്ധാപൂർവം പഠന വിധേയമാക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇവിടെ സ്വന്തം പുറകിലായിട്ട് അനുയായികളെ അണിനിരത്താനുള്ള ഒരു തന്ത്രമായിട്ട് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട്, അള്ളാഹുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അങ്ങനെ ഒരു ആശയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ശ്രമങ്ങൾ നടത്തുന്നതിനുള്ള തെളിവായിട്ടാണ് അദ്ദേഹം ഇതൊക്കെ കാണുന്നത്. ഈ ഹുദൈബിയ സന്ധ്യന്റെ മുമ്പുള്ള ബൈഅത്തുൽ റിദ്വാൻ പോലെയുള്ള സംഗതികളൊക്കെ അദ്ദേഹം കാണുന്നത് ആ ഒരു നിലക്കായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോ അക്കാര്യത്തില് ഒരു ചർച്ചയ്ക്ക് തന്നെ പ്രസക്തിയില്ല, ഞാനത് വിടുകയാണ്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് പോലും അനുയായികൾ നബിയെ കണ്ണടച്ച് വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം വലിയ ശ്രദ്ധ അർഹിക്കുന്ന ഒരു കാര്യം എന്ന നിലക്ക് പറയുന്നത്. അങ്ങനെ കണ്ണടച്ച് അള്ളാഹുവിനെ പോലും വിശ്വസിക്കാൻ അള്ളാഹു ആവശ്യപ്പെട്ടിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കേൾപ്പിക്കപ്പെട്ടാൽ അവര് കേൾക്കാത്തവരും കാണാത്തവരുമായിട്ട് അതിൽ ചെന്ന് വീഴുകയില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. കേൾക്കുന്നവരും കാണുന്നവരുമായിട്ട് കാര്യങ്ങളെ മനുഷ്യന്റെ ദൈക്ഷണികമായ കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാറ്റുരച്ച് നോക്കിയിട്ട് വിശ്വസിക്കാനാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പോലും കണ്ണടച്ച് വിശ്വസിക്കുക എന്നൊരു പരിപാടി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ പിന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാര്യത്തിലും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യം വരുന്നില്ല. പക്ഷെ അടിസ്ഥാന കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ വിശ്വസിച്ച ആളുകൾ ചിലപ്പോ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരിൽ ചാഞ്ചല്യം ഉണ്ടാവുക എന്ന സാധ്യതയുണ്ട്. അത് ഇസ്ലാം തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അലീമാനു യസീദു വയൻഖുസു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാണാം. വിശ്വാസം വർദ്ധിതമായി വരുന്ന ഒരു കാര്യമാണ്, അതേപോലെ ശോഷണം സംഭവിക്കുന്ന ഒരു കാര്യവുമാണ്. വിശ്വാസം, ഈമാൻ എന്നത് കൂടുകയും ചെയ്യാം, കുറയുകയും ചെയ്യാം. ഇവിടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ വിശ്വാസികൾ ചെറിയ നിലക്കുള്ള ഒരു ചാഞ്ചല്യം നേരിടുകയുണ്ടായി എന്നത് ആണ് ഇവിടെയുള്ള വിഷയം. അവരാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സറിഞ്ഞ് അവിശ്വസിച്ച ഒരു വിഷയമല്ല ഇത്. അവിശ്വസിച്ചു എന്നൊരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും തന്നെ ബൈഅത്തുൽ റിദ്വാൻ നിർവഹിക്കുന്നവരായി മാറുകയോ തുടർന്ന് ഹുദൈബിയ സന്ധി അംഗീകരിച്ച് മദീനയിലേക്ക് മടങ്ങുന്നവരായി മാറുകയോ ഒന്നും ചെയ്യൂല. പക്ഷെ അവര് മനുഷ്യരാണ്. സ്വാഭാവികമായിട്ടുള്ള ചാഞ്ചല്യങ്ങൾ അവരിൽ ഉണ്ടാകും. അത് വേണ്ട എന്നോ ഇല്ല എന്നോ ഇസ്ലാം പറയുന്നില്ല. മാത്രവുമല്ല, ബോധ്യപ്പെടാത്ത കാര്യങ്ങളെ കണ്ണടച്ചങ്ങ് സ്വീകരിക്കാൻ വേണ്ടി ഇസ്ലാം ഒരു കാര്യത്തിലും പറഞ്ഞിട്ടുമില്ല. അതും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നിലക്കും നിരന്തരം മാറ്റുരക്കപ്പെട്ടിരുന്ന ഒരാളാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന നിലക്ക് അദ്ദേഹം ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ മാറ്റുരച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിച്ചിരുന്ന കാലത്ത് തന്നെയാണല്ലോ. പിന്നീട് ചരിത്രത്തിലുടനീളവും അദ്ദേഹത്തിന്റെ ജീവിത സന്ദർഭങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പ്രവാചകൻ തന്നെയാണോ അല്ലേ എന്ന നിലക്ക് മാറ്റുരച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഓരോരുത്തരും അദ്ദേഹത്തിന്റെ അനുയായികളാകുന്നതും ആവണ്ട എന്ന് വെക്കുന്നതും ഒക്കെ. അപ്പോ
ഇതില് കണ്ണടച്ച് വിശ്വസിക്കുക എന്നൊരു സംഗതി ഇസ്ലാം ആവശ്യപ്പെട്ടിട്ടില്ല. വിജിലന്റായി, വളരെ ശ്രദ്ധയുള്ളവരായി, അതേ സമയത്ത് വളരെ സൂക്ഷ്മതയും ഉള്ളവരായിക്കൊണ്ട് തന്നെയാണ് ഈ വക കാര്യങ്ങൾ വിലയിരുത്തേണ്ടതും മനസ്സിലാക്കേണ്ടതും ഒക്കെ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം. അന്ധമായിട്ട് ഒന്നിനെയും അള്ളാഹു അവതരിപ്പിച്ച ദൈവിക ദൃഷ്ടാന്തങ്ങളായ ആയാത്തുകളെ പോലും സ്വീകരിക്കാൻ ഇസ്ലാം ആവശ്യപ്പെട്ടിട്ടില്ല എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ മറ്റൊരു ചോദ്യം, മുഖല്ലഫൂന മിനൽ അറാബ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ സമൂഹങ്ങൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നാണ്. ഈ സൂറത്തിൽ തന്നെ ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ അള്ളാഹു ചില പരാമർശങ്ങൾ അതിനെക്കുറിച്ച് നടത്തുന്നുണ്ട്. മുഖല്ലഫൂന മിനൽ അറാബ് എന്നത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ 6-ാം വർഷം ദുൽഖഅദ മാസത്തില് ഉംറക്ക് വേണ്ടി പുറപ്പെടാൻ നിർദ്ദേശിക്കുന്ന വിധത്തിലുള്ള സ്വപ്നം ഉണ്ടായപ്പോ മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളോടെന്ന പോലെ മദീനയുടെ ചുറ്റുപാടുമുള്ള പ്രാന്തപ്രദേശങ്ങളിലുള്ള ബദവി ഗോത്രങ്ങളിൽ പെട്ട ആളുകളോടും, അവരൊക്കെ തങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ച കൂട്ടരായിരുന്നു, അവരോടും ഈ യാത്രക്ക് പുറപ്പെടാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ ആവശ്യപ്പെട്ടു. പക്ഷെ അവര് അതിന് പല കാരണങ്ങളും ന്യായങ്ങളും ഒക്കെ കണ്ടെത്തിയിട്ട് പോവാൻ കൂട്ടാക്കാതിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ആളുകളെയാണ്, ആ വിഭാഗങ്ങളെയാണ് മുഖല്ലഫൂൻ എന്ന് ഖുർആൻ ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. അവർ അറാബികളാണ്, പദവികളാണ്, പട്ടണവാസികളായ സംസ്കാര ചിത്തരവും അതുപോലെ പരിഷ്കൃതരായ ആളുകളൊന്നുമല്ല. അവര് അവരുടെ പ്രാകൃതമായ വഴികളിലൂടെ ജീവിക്കുന്ന ആളുകളാണ്. ഈ ആളുകളിൽ പലരും ഒരു രാഷ്ട്രീയ വിധേയത്വം എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് തങ്ങള് മുസ്ലിങ്ങളായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ മനസ്സുകളിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ല എന്ന് ഒരു ഘട്ടത്തിൽ ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വിശ്വാസപരമായ കൃത്യതയിലേക്ക് വന്നിട്ടില്ലാത്ത ആ ആളുകൾ, അവര് ഉംറക്ക് പുറപ്പെടുക എന്നത് ഏറ്റവും വലിയ അപകടം നിറഞ്ഞൊരു സംഗതിയാണ്. ആ ഘട്ടത്തിൽ അതിൽ കൂടെ കൂടുന്നത് വലിയ പോയത്വമായിരിക്കും എന്ന് മനസ്സിലാക്കി അതിൽ പങ്കെടുക്കാതെ തന്ത്രപരമായി ഒഴിഞ്ഞു മാറിയ ആളുകളാണ്. ഈ ആളുകൾ പക്ഷേ ഹുദൈബിയ സന്ധി കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും മദീനയിലേക്ക് തിരിച്ചെത്തിയ ആ ഘട്ടത്തില് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ചില സൈനിക നീക്കങ്ങൾ നടന്നപ്പോ അതിൽ ഞങ്ങൾ പങ്കെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആവേശത്തിൽ വരികയുണ്ടായി. അത് ഖൈബർ പോലെയുള്ള പ്രദേശങ്ങളിൽ ചില ചതി ചെയ്ത ആളുകളെ കുടിയൊഴിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അവരെ ഉപരോധിച്ചുകൊണ്ടൊക്കെയുള്ള ഒരു സൈനിക നീക്കം, അത് എളുപ്പത്തിൽ അവരെ കീഴ്പ്പെടുത്താൻ പറ്റുന്ന വിധത്തിലുള്ള ചില യുദ്ധലക്ഷ്യങ്ങളായിരുന്നു. അപ്പൊ അത് എളുപ്പമാണ്, തടി വെടക്കാവാതെ ധാരാളം യുദ്ധമുതലുകൾ കരഗതമാക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിയിട്ട് ഇവരൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വരാൻ ഞങ്ങളെയും കൂടെ കൂട്ടണം, നിങ്ങൾ എന്താണ് മാറ്റി നിർത്തുന്നത് എന്നൊക്കെ പരാതി പറഞ്ഞുകൊണ്ട് വന്ന സംഭവങ്ങൾ ഖുർആൻ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. എന്നാൽ അവയിൽ ചിലതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പങ്കെടുപ്പിച്ചില്ല, പങ്കെടുപ്പിക്കരുത് എന്ന് അള്ളാഹു നിർദ്ദേശിക്കുകയുണ്ടായിട്ടുണ്ട്. ആ സൈനിക നീക്കത്തില് ലഭിക്കുന്ന യുദ്ധമുതലുകൾ അടുത്ത ദാരിദ്ര്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഹുദൈബിയയിൽ പങ്കെടുത്ത വിശ്വാസി സമൂഹം, മദീനയിലെ വിശ്വാസി സമൂഹത്തിന് തന്നെ ലഭിക്കണം. അത് അലസന്മാരും മടിയന്മാരും വിശ്വാസദാർഢ്യതയില്ലാത്തവരുമായ ഈ പദവികളെ കൂടെ കൂട്ടിയിട്ട് അവർക്ക് കിട്ടുന്ന വിധത്തിലാക്കേണ്ടതില്ല എന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. എന്നിട്ട് കൃത്യമായിട്ട് അള്ളാഹു ഒരു കാര്യം പറയുന്നത്, ഒരു കടുപ്പമുള്ള ഊലി ബഅസിനായിട്ടുള്ള ഒരു കടുപ്പമുള്ള ഒരു പോരാട്ടം വേണ്ടി വരുന്ന ചില സംഘങ്ങളുടെ നേരെ നിങ്ങൾക്ക് യുദ്ധത്തിന് പങ്കെടുക്കാൻ വേണ്ടി ക്ഷണമുണ്ടാകും വൈകാതെ. നല്ല കടുപ്പുള്ള ആളുകൾ, കടുപ്പുള്ള കൂട്ടർ, അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാൻ വരുന്നതെങ്കിൽ നിങ്ങൾ ആ ആത്മാർത്ഥത തെളിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ന വിധത്തില് അവരോട് കുറച്ച് കടുപ്പുള്ള പോരാട്ടത്തിന്
കൂടെ വരാൻ വേണ്ടി നിങ്ങളെ അടുത്ത് തന്നെ വിളിക്കുന്നുണ്ട്, അന്നേരം നിങ്ങളുടെ ഈമാൻ തെളിയിച്ചോളൂ എന്ന് പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഈ സൂറത്തിൽ പിന്നിട്ട ഭാഗങ്ങളിൽ കാണുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ വിഭാഗങ്ങള് അവരുടെ വിശ്വാസപരമായ ദാർഢ്യതയില്ലായ്മയുടെ കാര്യം മുൻനിർത്തിക്കൊണ്ട് അവരെ പൂർണ്ണമായിട്ടും അള്ളാഹുവിന് അർപ്പിച്ചവരാണോ അല്ലേ എന്നത് തെളിയിക്കാൻ സാധിക്കുന്ന ഒരു അവസരം അവർക്കായിട്ട് അള്ളാഹു വൈകാതെ തന്നെ ഒരുക്കുന്നുണ്ട് എന്നാണ് ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത്. മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് പിന്നീട് തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോഴും അതുപോലെ റോമക്കാർക്ക് എതിരിലുള്ള സൈനിക നീക്കം ഉണ്ടായപ്പോഴും തുടർന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഉടലെടുത്ത ഈ കള്ളപ്രവാചകന്മാര് സൃഷ്ടിച്ചിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരെ അമർച്ച ചെയ്യുന്ന വളരെ രക്തരൂക്ഷിതമായ ചില പോരാട്ടങ്ങൾ, അത്തരം പോരാട്ടങ്ങളിൽ ഇവരെ പങ്കെടുപ്പിക്കാൻ വേണ്ടി അവരുടെ വിശ്വാസം ഉറപ്പിക്കട്ടെ എന്ന നിലക്ക് അതിനുവേണ്ടി അവരെ വിളിക്കാനൊക്കെയുള്ള നിർദ്ദേശമായിട്ട് അത് മനസ്സിലാക്കി അവരോട് അതിനാവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ആളുകള് പിൽക്കാലത്ത് ഇവര് ഒരു ബ്ലോക്കായിട്ടൊന്നും അങ്ങനെ നിൽക്കുകയൊന്നുമല്ല. ഇവരിൽ വിശ്വാസപരമായ ദാർഢ്യത കൈവരിക്കാൻ സാധിക്കാതെ പോയ ആളുകളും ഉണ്ടാകും. ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമായി ഫത്ഹ് മക്കയോടൊപ്പം വളർന്നു വന്ന വിശാലമായ ഇസ്ലാമിക സമൂഹം, ആ സമൂഹത്തിന്റെ ഭാഗമായിട്ട് ഇവർ മാറിയിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലരെങ്കിലും, ചില വിഭാഗങ്ങളെങ്കിലും പലപ്പോഴും ഈ വിശ്വാസപരമായ ദൃഢതയില്ലാത്തതിന്റെ പേരിൽ ഈ വ്യതിചലനം ഉണ്ടാക്കിയ പലരുടെയും കൂടെ കൂടുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഈ മുഖല്ലഫുകൾ എന്ന് ഖുർആൻ ഇവിടെ പരാമർശിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ഒരു ബ്ലോക്കായിട്ട് തുടർന്നുണ്ടായിരുന്നു എന്നും എന്നിട്ട് അവരുടെ കാര്യത്തിൽ തീരുമാനമാകുന്നത് ഏത് വിധത്തിലാണ് എന്നും പറയുക സാധ്യമല്ല. അത് ആരെ പറ്റിയും അങ്ങനെ സ്പെസിഫിക് ആയിട്ട് അള്ളാഹു പറഞ്ഞ കാര്യവും അല്ലല്ലോ. അതുകൊണ്ട് ഈ ആളുകളിൽ പലരും പിന്നീട് സ്ട്രീം ലൈൻ ചെയ്യപ്പെട്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ ശരിയായ അംഗങ്ങളായി ഇസ്ലാമിനു വേണ്ടി നിലക്കൊണ്ട ആളുകളായി മാറിയിട്ടുണ്ട്. ചിലരൊക്കെയും കുഴപ്പകാരികളോടൊപ്പം കൂടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ വിഭാഗങ്ങളില് ആ പ്രദേശങ്ങളിലൊക്കെ പല വിധത്തിലുള്ള അസ്വസ്ഥതകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഉടലെടുക്കുന്നുണ്ട്. അപ്പോ ഈ ആളുകൾ ഒരു പക്ഷെ ഇവരിൽ ചിലരൊക്കെ അതിലും പങ്കാളികളായിരുന്നിരിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ കൃത്യമായിട്ട് നമുക്ക് അത് പറയാൻ കഴിയുകയില്ല. കാരണം ഇത് ഏതെങ്കിലും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ആരെക്കുറിച്ചും പറഞ്ഞ കാര്യമല്ല എന്നതാണ് അതിന് കാരണം. കൂടുതൽ പേരും അങ്ങനെ പരാമർശിക്കപ്പെട്ട വിഭാഗങ്ങളിൽപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അവരുടെ ആ സംസ്കരണ പ്രക്രിയയിലൂടെ കടന്നുപോയി നല്ല വിശ്വാസികളായി മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ചരിത്ര വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. മറ്റൊരു ചോദ്യം, ഹുദൈബിയ സന്ധിക്കും മക്ക ഫത്ഹിനും ഇടയിലുള്ള ആ ഒരു വർഷം റസൂലും സഹാബത്തും ഉംറ നിർവഹിച്ചിരുന്നു എന്നതാണ്. അപ്പോ ഹുദൈബിയ സന്ധി നടക്കുന്നത് ഹിജ്റ 6-ാം വർഷം ദുൽഖഅദ മാസത്തില് അവര് ഉംറക്ക് വേണ്ടി പുറപ്പെട്ട വേളയിലാണല്ലോ. അങ്ങനെ ആ ഹുദൈബിയ സന്ധിയുടെ അടിസ്ഥാനത്തില് തുടർന്നു വരുന്ന വർഷത്തില് എന്ന് പറഞ്ഞാൽ ഹിജ്റ 7-ാം വർഷം ദുൽഖഅദയില് അവർക്ക് മക്കയിൽ പോയി ഉംറ നിർവഹിക്കാനുള്ള അനുവാദം ഉണ്ടാകും എന്നത് ആ ഹുദൈബിയ സന്ധിയിലെ നിബന്ധനകളിൽ ഒന്നാണ്. അപ്പൊ ആ വിധത്തില് ഉംറ നിർവഹിക്കപ്പെടുന്നുണ്ട്. തുടർന്നുള്ള വർഷത്തിൽ തന്നെ ഹിജ്റ 7-ാം വർഷത്തിൽ തന്നെ. അത് ഉംറത്തുൽ ഖളാ എന്നാണ് അത് അറിയപ്പെടുന്നത്. കടം വീട്ടലായിട്ടുള്ള ഉംറ എന്ന് പറഞ്ഞാൽ അവര് നേരത്തെ ഹിജ്റ 6-ാം വർഷം ഉംറ ഉദ്ദേശിച്ച് പുറപ്പെട്ടു, അത് നടന്നില്ല. അങ്ങനെ 7-ാം വർഷം അത് ഖളാ വീട്ടി എന്ന് പറയും. ആ വിധത്തില്
ഉംറ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. അത് AD 629 ആ സംഭവം ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിലാണ് പിന്നെ മക്ക വിജയം ഉണ്ടാവുന്നത്. ഹിജ്റ 8-ാം വർഷത്തിലാണ്. അപ്പോ ഈ രണ്ട് ഹിജ്റ 6-നും ഹിജ്റ 8-നും ഇടക്ക് അങ്ങനെ മക്കയിലേക്കുള്ള ഒരു ഉംറ യാത്ര നടന്നിട്ടുണ്ട് എന്നതാണ് ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. മറ്റൊന്ന്, അള്ളാഹു ശിക്ഷിക്കും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി മനുഷ്യരെ മതത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സർവശക്തനായ പക്ഷേ സ്വയം പ്രവർത്തിക്കാത്ത ഒരു ദൈവം അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിച്ച് നിന്നാൽ പ്രതിഫലം നൽകുമെന്നും പറയുന്നു. വ്യക്തമായും ഇത് ഒരു മനുഷ്യന്റെ തന്ത്രങ്ങൾ തന്നെയല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അള്ളാഹു ശിക്ഷിക്കും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി മനുഷ്യരെ മതത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യുക. ഈ ചോദ്യം ഉന്നയിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മതത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യുന്നത് മാത്രമാണ് വലിയ പ്രശ്നം തോന്നുന്നത്. വേറെ എന്തിന്റെ പേരിൽ യുദ്ധം ചെയ്താൽ അയാൾക്ക് യാതൊരു പ്രശ്നമില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോ അമേരിക്കയുടെ പക്ഷത്ത് നിന്ന് ആലോചിക്കുമ്പോ അവര് പ്രത്യക്ഷത്തിൽ മതത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധമല്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ വിശ്വാസവും അവരുടെ വിശ്വാസത്തിന്റെ അടിത്തറയിലുള്ള ഒരു സമൂഹവും എന്ന നിലക്ക് അതൊരു അവരുടെ മതപരമായി കൂടി നിലനിൽപ്പിനു വേണ്ടിയുള്ള ഒരു യുദ്ധമാണല്ലോ. അടിച്ചേൽപ്പിക്കപ്പെട്ട യുദ്ധത്തിന് അവർ പ്രതിരോധിക്കുന്നു എന്നത്. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് വെറും സാമ്പത്തിക താല്പര്യങ്ങള് അല്ലെങ്കിൽ ലോകത്തിന്റെ മേലും മേധാവിത്വം നിലനിർത്താനുള്ളത്, ഏതെങ്കിലും ഒരു സൈനിക ശക്തി ഉയർന്നു വരുന്നതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തടയാനുള്ളതൊക്കെയായ യുദ്ധങ്ങളാണ്. അത് വളരെ സീക്രഡായ യുദ്ധമായിരിക്കും എന്ന് വിചാരിക്കുകയാണ് ഞാൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മതത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. പെട്രോളിന് വേണ്ടി അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ഒരു രാഷ്ട്രത്തെ അതിന് അതിന്റെ തുടക്കഘട്ടത്തിൽ തന്നെ തകർത്ത് കളയാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒക്കെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. മതത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് ഇയാൾക്ക് പ്രശ്നം. മതം വേണ്ട എന്നുള്ളതുകൊണ്ടായിരിക്കും, മതത്തിൽ വിശ്വാസമില്ല എന്നുള്ളതുകൊണ്ടും ആയിരിക്കും. അപ്പോ സർവശക്തനായ എന്നാൽ സ്വയം പ്രവർത്തിക്കാത്ത ഒരു ദൈവം എന്നാണ് ഇവിടെ പറയുന്നത്. സ്വയം പ്രവർത്തിക്കുന്നു എന്നതിന് ഈ ചോദ്യം നിങ്ങൾക്ക് ഉന്നയിക്കാൻ സാധിക്കുന്നു എന്നത് തന്നെ ഒരു തെളിവാണ്. അങ്ങനെ സാധിക്കാത്ത എത്രയോ പേരില്ലേ? ശ്വസിക്കാൻ കഴിയാതെ പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ അത് പ്രയാസപ്പെട്ടുകൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന ആളുകളില്ലേ? ഭക്ഷണം ഇറക്കാൻ പറ്റാതിരിക്കുന്ന ആളുകളില്ലേ? അപ്പൊ ഒന്നും പ്രവർത്തിക്കാത്ത ഒരു ദൈവമാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ശ്വസിക്കാൻ കഴിയുക? നിങ്ങൾക്ക് എങ്ങനെയാണ് ഭക്ഷണം അതുപോലെ കുടിനീര് ഒക്കെ ഇറക്കാൻ പറ്റുക? നിങ്ങളുടെ ഭക്ഷണം എങ്ങനെയാണ് ദഹിച്ച് പാകപ്പെട്ട് ശരീരത്തിന് ആവശ്യമുള്ളത് രക്തത്തിലൂടെ ശരീരത്തിന് ലഭിക്കുകയും ബാക്കിയുള്ള വേസ്റ്റ് പുറത്തേക്ക് തള്ളുകയും ചെയ്യുക? ഈ വേസ്റ്റ് പുറത്തേക്ക് തള്ളുന്നത് നടക്കുന്നില്ല എന്നുള്ളത് പോലും ഉണ്ടായാൽ മതി നിങ്ങൾക്ക് ദൈവം പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാവാൻ. ദൈവം ചില കാര്യങ്ങൾ ചിലപ്പോൾ പ്രവർത്തനരഹിതമാക്കിയിട്ടെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് വേസ്റ്റ് പുറത്തേക്ക് പോകുന്നത് സ്മൂത്തായിട്ട് പോണില്ല, വലിയ സങ്കീർണത ഉണ്ടാവുകയാണെന്ന് വെച്ചോളൂ. അപ്പൊ നിങ്ങൾ കണ്ണില് ദൈവത്തെ കാണും തീർച്ചയായിട്ടും. കാരണം നിങ്ങളെ കയ്യിലോ നിങ്ങളുടെ നിയന്ത്രണത്തിലോ അല്ല അത് വളരെ സ്മൂത്തായിട്ട് ഈ വേസ്റ്റ് പുറത്തേക്ക് പോകാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങും. എന്തൊക്കെ പ്രയാസപ്പെട്ട് എവിടെയൊക്കെ എത്തും നിങ്ങൾ, ഏതൊക്കെ ഡോക്ടർമാരുടെ അടുക്കൽ എത്തും, എന്തൊക്കെ ഒറ്റമൂലികള് നാട്ടു ചികിത്സകള് ഒക്കെ കിട്ടുമെന്ന് നോക്കും. എന്നിട്ട് നിവൃത്തിയില്ലാതെ അത് നടക്കാതെ വേദനിച്ച് ആർത്ത് വിളിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? അപ്പൊ മനസ്സിലാവും ദൈവം പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ. അപ്പോ അത് നിങ്ങൾ ചെയ്യണതല്ല, നിങ്ങളുടെ നിയന്ത്രണത്തിലും അല്ല. നിങ്ങളുടെ നിയന്ത്രണത്തിലാണെങ്കിൽ അത് കേടുവരാൻ നിങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തിക്കാതിരിക്കാനും നിങ്ങൾ അനുകൂലമായി നിലപാടെടുക്കും ഇല്ലല്ലോ. നിങ്ങൾക്കാണല്ലോ അതിന്റെ കടുത്ത വേദന അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഉണ്ടാവണ്ട എന്ന് സ്വയം തീരുമാനിക്കും. അപ്പോ ദൈവം പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്
മനസ്സിലാക്കാനുള്ള ഒരു ലളിത യുക്തി നിങ്ങളെ കേൾപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോ ഒരു ദൈവം അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിച്ച് നിന്നാൽ പ്രതിഫലം എന്ന് പറഞ്ഞ് പറ്റിക്കുകയാണെന്നാണ് ഇയാൾ പറയുന്നത്. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിച്ചുകൊണ്ടെന്നാൽ വേണ്ട, അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കേണ്ട, ഇസ്രായേലൊക്കെ ചെയ്ത പോലെ അമേരിക്കയെ അനുസരിച്ചോട്ടെ, എന്നാല് ഫലം ഉണ്ടാവും എന്ന് വിചാരിക്കുക. അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഫലം ഉണ്ടാവും എന്നുള്ളത്. അള്ളാഹുവിനെ ബോധ്യപ്പെടാൻ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ ധാരാളം മതിയാവും ഏവർക്കും. അങ്ങനെ അള്ളാഹുവിനെ ബോധ്യപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അബദ്ധങ്ങളൊന്നും അല്ലെങ്കിൽ ഇത്തരം അർത്ഥരഹിതമായ ആലോചനകളൊന്നും ഉണ്ടാവില്ല. അത് നിങ്ങൾ ആദ്യം ശരിയായ വിധത്തിൽ നിങ്ങളുടെ തന്നെ വിരൽത്തുമ്പുകളെ ഈ വിധത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള റബ്ബ് ഒരു യാഥാർത്ഥ്യമാണോ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നേരത്തെ ഞാൻ സൂചിപ്പിച്ച സംഗതി ഉണ്ടല്ലോ, ശരീരത്തിൽ ഭക്ഷണ അവശിഷ്ടങ്ങൾ വേസ്റ്റ് പുറത്തേക്ക് തള്ളാനുള്ള ഒരു സംവിധാനം. ആ സംഗതി ഇത്രയും ഫലപ്രദമായി നടപ്പിലാക്കിയ ഒരു റബ്ബിനെ കുറിച്ച് ആലോചിച്ചു. അതുപോലെ എന്തെല്ലാം സംവിധാനങ്ങൾ. ഇതൊക്കെ തന്നെയും ഒരു റബ്ബ് അനിവാര്യമാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ വക വിഷയങ്ങളിൽ നിന്ന് വെറുതെ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ബുദ്ധിയും സമയവും ഒക്കെ അതിനുവേണ്ടി മെനക്കെടുത്തുന്നത്? ഇതൊക്കെ അള്ളാഹു ഒരു യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ട ആളുകൾക്കുള്ളതാണ്. വ്യക്തമായും ഇത് ഒരു മനുഷ്യന്റെ തന്ത്രങ്ങൾ തന്നെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്രയും കൃത്യമായിട്ട് ബോധ്യമുണ്ടെങ്കിൽ, പച്ചയായി നിങ്ങൾ കുഫറിന്റെ ആളായിട്ട് ആണ് സ്വയം അവരോധിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഒരു ചോയ്സ് ആണ്. പടച്ചതമ്പുരാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. ആ നിലപാടുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളും. അതിൽ കൂടുതലൊന്നും പറയാനില്ല. അത് നിങ്ങളുടെ തീരുമാനം. ഒരാളെ കരള് പറിച്ച് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്നാൽ പോലും അതിനേക്കാൾ വലിയ കാഴ്ചയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കാരണം ഒരാളുടെ ജീവിതകാലം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ 63 വർഷക്കാലാണ് ജീവിച്ചിട്ടുള്ളത്. അത് അദ്ദേഹം പ്രവാചകനായി പ്രഖ്യാപിക്കപ്പെടുന്നതിന്റെ മുമ്പ് 40 വർഷവും ശേഷം 23 വർഷമാണ്. ഇതിലെ ഇത്രയും സൂക്ഷ്മമായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള വേറൊരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇത്രയും വളരെ സൂക്ഷ്മമായ ജീവിത തലങ്ങൾ വരെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ. അങ്ങനെ ഒരാള്, അയാളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു കരള് പറിച്ച് കാണിച്ചു കൊടുക്കണ പോലെ പോലും അല്ല. അതിനേക്കാളൊക്കെ സൂക്ഷ്മതയില്, അതിനേക്കാളൊക്കെ മെറ്റിക്കുലസ് ആയിട്ട് പരിശോധിക്കാൻ കഴിയുന്ന വിധത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യന്റെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു നാട്യക്കാരനാണ്, പല വേലകളും ഒപ്പിച്ച് ആളുകളെ കൂടെ കൂട്ടി തന്റെ താല്പര്യങ്ങള് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയുള്ള പണി ഒപ്പിക്കുന്ന ഒരു തന്ത്രജ്ഞനാണ് എന്നാണ് തോന്നുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആലോചനക്ക്, നിങ്ങളുടെ അന്വേഷണത്തിനൊക്കെ വിടുകയാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. വേറൊരു വിഷയം, ഈ ആധുനിക യുഗത്തിലും ഈ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക സാമൂഹ്യ വിരുദ്ധമായ നടപടിയല്ലേ എന്നാണ്. ഈ പ്രചരിപ്പിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് വ്യക്തമാവണില്ല. ഇനി ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ക്ലൂ ചോദ്യത്തിൽ ഇടണം. ഏത് വിഷയത്തിലാണ് ഇത് പറയുന്നത് എന്നത് സൂചിപ്പിക്കുന്നത് ഇതിന് പ്രതികരണം നൽകാൻ പറ്റുന്ന വിധത്തിലുള്ള ചോദ്യങ്ങളായി മാറാൻ അത് ഉപകരിക്കും. അത് ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ്. ഈ ആധുനിക യുഗത്തില് എന്താണ് പറ്റാത്തത് എന്നുള്ളത് ഈ 16-ാമത്തെ ആയത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് ഈ ചോദ്യം എന്ന് അത് ഉന്നയിച്ച സമയം വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ചൊന്നും ഇങ്ങനെ ചോദ്യത്തിന് അവസരമുള്ളതായിട്ട് കാണാൻ കഴിയുന്നില്ല. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പ്രേരിപ്പിച്ച് കൂടെ നിർത്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഇത് സാമൂഹ്യ വിരുദ്ധമായ നടപടിയല്ലേ എന്ന് ചോദിച്ചാൽ, ഈ സാമൂഹ്യ വിരുദ്ധതയുടെ ശരിയും തെറ്റുമൊക്കെ തീരുമാനിക്കണ മാനദണ്ഡം ആണ് വിശുദ്ധ ഖുർആൻ, അൽ ഫുർഖാൻ. അതാണ് സത്യം അസത്യം, നന്മ തിന്മ, ഗുണം ദോഷം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ ഒരു മാനദണ്ഡം ഖുർആൻ അല്ലാത്ത വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊണ്ടുവരും. എന്നിട്ട് അതിന്റെ അടിസ്ഥാനം, ഒന്നാമത് അത്
ശരിയായ മാനദണ്ഡമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇനി അതല്ല, അത് മാനദണ്ഡമായി നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അതിനോട് ഇടയുന്ന കാര്യങ്ങളാണോ ഇത് എന്നും നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന വെച്ചിട്ടോ അമേരിക്കയുടെ ഭരണഘടന വെച്ചിട്ടോ അല്ലെങ്കിൽ യുണൈറ്റഡ് നാഷൻസിന്റെ വല്ല മാർഗദർശക തത്വങ്ങൾ വെച്ചിട്ടോ ആണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇനി അതല്ല, ഭാരതീയ ദർശനങ്ങളുടെ വല്ല പഴയ വേദങ്ങളോ അതുപോലെ വല്ലതും വെച്ചിട്ടാണോ നിങ്ങൾ ഇത് സാമൂഹ്യ വിരുദ്ധമായതാണോ അല്ലേ എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്നുള്ളത്, എന്താണ് നിങ്ങളുടെ മാനദണ്ഡം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പറയാൻ സാധിക്കുക. എന്തായാലും ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം എന്ന മാനദണ്ഡത്തിന് യാതൊരു നിലക്കും വിരുദ്ധമായതല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ നടപ്പിലാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, ഇടിയാത്ത മുലകളുള്ള സ്വർഗീയ സ്ത്രീകൾക്ക് വേണ്ടി ആർത്തിയോടെ ഭൂമിയിൽ മതത്തിന്റെ പിന്നാലെ നടക്കുന്നത് അപഹാസ്യമായ കാര്യമല്ലേ എന്നാണ്. അങ്ങനെ ഒരു താല്പര്യം പരാമർശിക്കപ്പെട്ട വിധത്തിൽ സ്ത്രീ സൗന്ദര്യവും അതുപോലെ സ്ത്രീയുടെ അംഗലാവണ്യവും ഒക്കെയാണ് ആളുകൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനു വേണ്ടിയാണ് ആർത്തിയോടെ ഭൂമിയിൽ മതത്തിന്റെ പിന്നാലെ നടക്കുന്നത് എന്നതാണ് നിങ്ങൾ കണ്ടെത്തുന്നതെങ്കിൽ അതിലെന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം ഉണ്ടാവാതെ ഇരിക്കാൻ സാധ്യതയുണ്ടോ? നിങ്ങളും ഒരു മനുഷ്യനാണല്ലോ. ഒരു മനുഷ്യൻ എന്ന നിലക്ക് മുസ്ലിങ്ങളെ ബാഹ്യമായി നിരീക്ഷിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അവര് ഇങ്ങനെ അംഗലാവണ്യം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത സ്വർഗീയ സ്ത്രീകളെ ലഭിക്കാനുള്ള ആർത്തിയോടുകൂടിയാണ് മുസ്ലിങ്ങള് മതത്തിന് വേണ്ടി അല്ലെങ്കിൽ മതത്തിന്റെ പിന്നാലെ പോരാട്ടം നടത്താൻ വേണ്ടി പോലുമായി ഇറങ്ങി പുറപ്പെടുന്നത് എന്നാണല്ലോ ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോ അതൊരു ചോദനയാണ് എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുകയാണ്. മനുഷ്യൻ അതൊരു എന്ന് പറഞ്ഞാൽ അവരാഗ്രഹിക്കുന്ന വിധത്തിലുള്ള അംഗലാവണ്യവും സ്വഭാവ ഗുണങ്ങളും ഒക്കെയുള്ള ഇണകളെ കിട്ടുക എന്നത് മനുഷ്യന്റെ ആഗ്രഹങ്ങളിൽ പെട്ടതാണ് എന്ന ഒരു വസ്തുതയെ നിങ്ങൾ അംഗീകരിക്കുകയാണല്ലോ ഇവിടെ ചെയ്യുന്നത്. കാരണം ഖുർആൻ പറഞ്ഞ വിശ്വാസികളുടെ കാര്യത്തില് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ മാത്രമല്ല, അതല്ലാത്ത ധാരാളം സംഗതികളുണ്ട്. അതൊക്കെയും മാറ്റി നിർത്തിയിട്ട് ഇവരുടെ പ്രചോദനമായിട്ട് നിങ്ങൾ ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് ഈ സ്ത്രീകളുടെ അംഗലാവണ്യം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അതില് കൊതി പൂണ്ട് അതിനോടുള്ള ആർത്തിയോടുകൂടിയാണ് ഈ ആളുകൾ അതിനു വേണ്ടി പുറപ്പെടുന്നത് എന്നതാണ്. അപ്പോ അതൊരു യാഥാർത്ഥ്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നതാണ്. അപ്പൊ ഞാനായിട്ട് അതിനെ നിഷേധിക്കുന്നില്ല. മനുഷ്യന്റെ ആഗ്രഹങ്ങളിൽ, ചോദനകളിൽ അങ്ങനെ ഒരു സംഗതിയും ഉണ്ടാകാം. അതിലെന്താണ് കുഴപ്പം? മനുഷ്യൻ അങ്ങനെ സ്വാഭാവികമായ നിലക്ക് തന്നെ തനിക്ക് ഇഷ്ടപ്പെട്ട, താൻ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു ഇണയെ കിട്ടണം എന്ന് കൊതിക്കുന്നു. അതൊരു പ്രചോദനമായിട്ട് പല കാര്യങ്ങൾക്കും അയാൾക്ക് വർദ്ധിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഒരു തെറ്റായി കാണേണ്ട കാര്യം എന്താ ഉള്ളത്? അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് സ്ഥിതിക്ക് അത് അതിലെന്തെങ്കിലും ഒന്നും ഉണ്ടാവുമല്ലോ, ഒരു കഴമ്പുണ്ടാവുമല്ലോ. അപ്പൊ മനുഷ്യന്റെ പല താല്പര്യങ്ങളിലും പല ചോദനകളിലും ഇത്തരം സംഗതികളൊക്കെ മനുഷ്യനെ പ്രചോദിപ്പിക്കുന്നതായിട്ടുണ്ടാകും എന്ന ഒരു കാര്യമാണ് നിങ്ങൾ വായിച്ചെടുത്തുകൊണ്ട് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ താല്പര്യങ്ങളിൽ വളരെ അപ്രധാനമല്ലാത്ത ഒരു സ്ഥാനം, ഇങ്ങനെ ഏറ്റവും മനസ്സിന് ഇണങ്ങിയ ഒരു ഇണയെ കിട്ടുക എന്നത് ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കാം. എന്നാൽ നമുക്ക് ഏറ്റവും തൃപ്തി തരുന്ന ഒരു ഇണ ഉണ്ടാവുക എന്നതോ അങ്ങനെ ഒരു ഇണയെ കൊതിക്കുക എന്നതോ ഇസ്ലാം ഒരു തെറ്റായിട്ട് കാണിക്കുന്നേ ഇല്ല, എവിടെയും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും നമുക്ക് ആ നിലക്ക് തൃപ്തി തരുന്ന ഒരു ഇണ ഉണ്ടാവുക എന്നത്, അതിനുവേണ്ടി ആഗ്രഹിക്കുക എന്നത്, അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നത്
ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിലെന്താ കുഴപ്പമുള്ളത്? അപ്പൊ ഇതില് നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം, അതിനു വേണ്ടി വ്യഗ്രത എടുത്ത് വിരളി പൂണ്ട് മനുഷ്യൻ മതത്തിന്റെ പിന്നാലെ അന്ധമായി എന്തും ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ് എന്ന നിലക്കാണ് നിങ്ങൾ വായിക്കുന്നത്. അത് നിങ്ങളുടെ ചിന്താപരമായ, ഭാവനാപരമായ, അല്ലെങ്കിൽ നിങ്ങളുടെ ആലോചനകളുമായി ബന്ധപ്പെട്ട ഒരു വൈകൃതമോ അല്ലെങ്കിൽ ഒരു പരിമിതിയോ ഒക്കെ ആയിട്ട് കാണാൻ കഴിയുള്ളൂ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമല്ല അവരുടെ പ്രചോദനം. അതും ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതും മനുഷ്യ സഹജമായിട്ടുള്ളതാണ്. പണ്ട് ഇസ്ലാമൊക്കെ കണ്ട് മാറ്റി നിർത്തിയാൽ പോലും പണ്ടേ മനുഷ്യർ പോരാടാറുള്ളത് എന്തിനു വേണ്ടിയാ? മലയാളത്തിൽ ഒരു ചൊല്ല് തന്നെ എന്താണ്? കനകം മൂലം കാമിനി മൂലം എന്നാണ് അല്ലെ? കനകത്തിന് വേണ്ടിയും കാമിനിക്ക് വേണ്ടിയുമാണ് മനുഷ്യന്റെ സകല പോരാട്ടങ്ങളും എന്നാണ് പറയുന്നത്. ആ ആപ്തവാക്യത്തിൽ അടങ്ങിയിരിക്കുന്നത് ആണല്ലോ. അത് ഇസ്ലാമുമായിട്ടൊരു ബന്ധമുള്ള വാക്കല്ല. അപ്പോ മനുഷ്യന്റെ പ്രചോദന കാര്യങ്ങളിൽ ഒന്ന് കനകമാണ്, മറ്റൊന്ന് കാമിനിയാണ്. അത് ചരിത്രപരമായി തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. ഇസ്ലാം അതിന് ചില വ്യവസ്ഥയും വെള്ളിയാഴ്ചയൊക്കെ ഉണ്ടാക്കി എന്നേ ഉള്ളൂ. കാര്യങ്ങൾക്കൊരു വ്യവസ്ഥയും ക്രമമൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. പെണ്ണ് ആണിന് ആവശ്യമാണ്, ആണ് പെണ്ണിനും ആവശ്യമാണ്. പക്ഷെ അതിനൊക്കെ ചില വ്യവസ്ഥയും ചിട്ടയും ഒരു ചോദിക്കാനും പറയാനോ ആളുണ്ടാകുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ഉണ്ടാക്കി എന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ കടിച്ചു കീറലാവും ഉണ്ടാവുക. എത്ര അംഗലാവണ്യവും സൗന്ദര്യവും ഒക്കെ ഉള്ള പെണ്ണാണെങ്കിലും അത് സമൂഹത്തിൽ പിച്ചി ചീന്തപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. അത് ആദരിക്കപ്പെടുകയോ പ്രയോജനപ്പെടുത്തപ്പെടുകയോ ചെയ്യുന്ന ഒരു തലത്തിലല്ല ഉണ്ടാവുക. മറിച്ച് നമ്മൾ കാണുന്നില്ല പല താരുണ്യങ്ങളും ബാല്യങ്ങളും പിച്ചി ചീന്തപ്പെടുന്നത്. അതുപോലെ പിച്ചി ചീന്തപ്പെടുന്ന ഒരവസ്ഥയാണ് ഈ കാര്യത്തിൽ ഉണ്ടാവുക. അപ്പൊ അതിനൊരു വ്യവസ്ഥയും ക്രമവും ഉണ്ടാക്കിയത് ഇസ്ലാമിന്റെ ഏറ്റവും മഹോന്നതമായ നേട്ടങ്ങളിൽ പെട്ടതാണ്. അതാണ് അത് സംബന്ധമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുകയോ കൊതിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ് എന്നൊന്നും കാണേണ്ടതില്ല. അങ്ങനെ ഇസ്ലാം പറയുന്നുമില്ല. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ചോദ്യങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ നാളത്തോടു കൂടി നമുക്കിത് അവസാനിപ്പിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.